നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ 142 ദിവസത്തോളം ബാക്ക് പാക്ക് ചെയ്ത് യൂറോപ്പിലും പിന്നെ ടർക്കിയിലും പിന്നെ ഇറാനിലൊക്കെ ഞാൻ ബാക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. 27 രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വളരെ തുച്ഛമായ ചിലവിലാണ് ഞാൻ പോയിട്ട് വന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പോയിട്ട് വന്നത് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ മൊത്തം വീഡിയോ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ, ലൈക്ക് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഷെങ്കൻ വീസ എങ്ങനെയാണ് ലഭിക്കേണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഐ ബട്ടൺ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഐ ബട്ടണിലുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ നമുക്ക് താമസിയാതെ അധികം വാചകം അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബാക്കുലാണ്. ബാക്കു അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഞാൻ എത്തി. ഇന്നലെ 27 നിങ്ങൾക്ക് എങ്ങനെ എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് വരാം. അവിടുന്ന് ഒരു ബസ് എടുക്കണം. അവിടെ മുമ്പിൽ തന്നെ നിന്നിട്ടുണ്ടോ സിറ്റി സെൻറ്റർ പറഞ്ഞാൽ മതി. പക്ഷേ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീന് കാർഡ് എടുക്കണം. ഇവിടുത്തെ ഒരു കാർഡ് ബസ്സിന് മെട്രോനൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാർഡ് എടുക്കണം. അത് നിങ്ങളൊരു 10 മന്നത്ത് എന്ന് വെച്ചാൽ ഒരു 450 രൂപയാവും. അത് നിങ്ങൾ വെച്ചിട്ട് ഒരു കാർഡ് എടുക്കുക. അതിൽ 8 മന്നത്ത് വരെ നിങ്ങൾക്ക് റീചാർജ് ഉണ്ടാവും. അത് ഉപയോഗിക്കുക. അത് സ്വൈപ്പ് ചെയ്താൽ മതി. എത്ര അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് 1.4 മന്നത്താവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മന്നത്ത് എന്ന് വെച്ചാൽ 45 രൂപ. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ താഴെ ഇവിടെ തരാം. സോ അത് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ സിറ്റി സെൻറ്റർ എത്തി. അതാണ് 28 മെയ് ആണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ എത്തിയ ശേഷം അവിടുന്ന് ഒരു 5 നമ്പർ ബസ് കയറിയിട്ട് ഞാൻ ഹോസ്റ്റലിലെത്തി. ഇതൊരു പാർക്കാണ്, നിങ്ങൾക്ക് കാണാം. എന്താ കാണുന്ന പച്ച കളറാണ് സൂപ്പർ മാർക്കറ്റ്. സോ അവിടുന്ന് ഞാൻ മേടിച്ചിട്ട് അധികമൊന്നും ആയില്ല. അതിന് രണ്ടെന്ന് ചേർത്തിട്ട് 0.8 മന്നത്തായിട്ടുള്ളൂ. 0.8 എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 35 രൂപയാവും. അത്ര ആയിട്ടുള്ളൂ സുഹൃത്തുക്കളെ. സോ അതൊന്ന് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലെ ഞാൻ 2 മേടിച്ച് ഒന്ന് ബാഗിൽ വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്. സോ അങ്ങനെയാണ് ബജറ്റ്. സോ എൻ്റെ ഹോസ്റ്റലിൻ്റെ നിരക്ക് പറഞ്ഞാൽ ഓരോ ദിവസത്തേക്ക് 10 മന്നത്ത് വരെയുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ഫൗണ്ടൈനും പാർക്കിൽ ഞാൻ അപ്പോൾ സംസാരിച്ച്. സോ ഫൗണ്ടൈൻ ഉണ്ട്, പക്ഷേ വെള്ളമില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ ഫ്രീഡം പാർക്കിൽ വന്നതൊക്കെയാണ്. നിങ്ങൾക്ക് കാണാം, അവിടെ ദൂരത്തിലാണ് ഫ്ലെയിം ടവേഴ്സ്. ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഫ്ലെയിം ടവേഴ്സാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ദുബായ് മാതിരിയുള്ള അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നല്ല പൈസ ഉണ്ട്. കാരണം വെച്ചാൽ എണ്ണ ഭയങ്കര ഉണ്ട്. സോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അവർക്ക്. നല്ല അടിപൊളി. ഞാൻ എയർപോർട്ടിന് പോകുമ്പോൾ അടിപൊളി ബിൽഡിങ്സൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ബിൽഡിങ്സൊക്കെ പല ഷേപ്സിലൊക്കെ ബിൽഡിങ്ങാണ്. അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വട്ടത്തിൽ. അതാണ് ബിൽഡിങ്. പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പണി തീർന്നില്ല. സോ ഫ്രീഡം പാർക്കിൽ ഇപ്പോൾ രാവിലെ 9 ആയിട്ടുള്ളൂ. 6 ആൾക്കാരൊന്നുമില്ല. ബോട്ട് സർവീസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ തുറന്നിട്ടില്ല. എത്ര മണിക്ക് തുറക്കുമെന്നൊന്നും അറിയില്ല. അത് സമയമൊന്നും എഴുതി വെച്ചില്ല. 5 മന്നത്ത് കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റിന് അവർ ഫെയറിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരും. സോ എവിടെയൊക്കെ പോകുമെന്നറിയില്ല. ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ഹേസി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്, തണുപ്പല്ലേ. അതുകൊണ്ട് അത്രയ്ക്ക് കാഴ്ചകൾക്ക് പൊളിമ ഉണ്ടാവില്ല. എപ്പോഴും വെയിലുണ്ടാകുമ്പോൾ ഇല്ലത്. നല്ല ഭംഗിയുള്ള വാട്ടർ ഫ്രണ്ടാണ്, മനോഹരമായിട്ടുണ്ട് അറിയാം. നിങ്ങൾക്ക് അവിടെ ഫ്ലെയിം ടവർ കാണാം. പിന്നെ അവിടെ കാർപ്പറ്റ് മ്യൂസിയം ഉണ്ട്. പിന്നെ അവിടെ വേറെ നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് വാട്ടർ ഫ്രണ്ട്. നിങ്ങൾക്ക് കാണാൻ കടൽ, കാസ്പിയൻ കടലാണിത്. മെയ്ഡൻ ടവർ പറഞ്ഞൊരു പുരാതന 12ാമത്തെ നൂറ്റാണ്ടിൽ കെട്ടിപ്പടുത്ത ഒരു ടവറിൻ്റെ അടുത്താണ്. ഇത് ഭയങ്കരമായിട്ട് കുറേ മിസ്റ്റേക്ക് ഉണ്ട് ആൾക്കാർക്ക്. ആരാണ് വിളിച്ചത്, എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്. പണ്ടൊക്കെ ഇതിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടായി. ഇപ്പോൾ അത് എങ്ങനെ നിന്നതെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളാക്കി നോക്കാം. ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണാം. അവിടെ ആൾക്കാർക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് മെയ്ഡൻ ടവർ. സോ ഇതാണ് മെയ്ഡൻ ടവർ. ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. 20 മന്നത്താണ്. 20 മന്നത്ത് വന്നാൽ ആൾമോസ്റ്റ് നിങ്ങൾക്ക് 900 രൂപയോളമായി. ഓക്കെ, സോ അത്ര പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ പോകാം. ഉള്ളിൽ മ്യൂസിയമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ടോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ബാക്കുൻ്റെ കുറേ കാഴ്ചകൾ ഞാനിപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ വിറകിൽ കാണുന്ന ബിൽഡിങ്ങാണ് മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ മാർക്കറ്റാണ്. നിങ്ങൾക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കിട്ടും. എത്ര റേറ്റ് എന്നാണ് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഉള്ളിൽ പോകാൻ പോവാണ്. സോ ഉള്ളിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം.
Salam. Salam. India. Hinduski. Salam. അണ്ണാറൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ട് സ്ഥലത്ത് എന്താ വേണ്ടത് എല്ലാം കിട്ടും. യാസൽ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. Dosta देखो कहाँ Hinduski? Natsona, natsani, kitoshi, M50. Wow, बहुत खुश हुआ. बढ़िया. I love you, India. Yeah, spasibo, thanks. ഞാനിപ്പോൾ ഉള്ളത് ഹൈദർ അലീസ് മർക്കേസ് പറഞ്ഞൊരു വലിയൊരു സെൻറ്ററിൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കാണ്, വലിയൊരു ലാൻഡ് മാർക്കാണ്. എൻ്റെ പുറകിൽ കാണാൻ നിങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ ബാക്കുവിലെ ലാൻഡ് മാർക്ക്. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടുണ്ട്. ഇതാണ് സംഭവം. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കയറി പോവാണ്. സോ ഇവിടെ വരാൻ ഫ്രീ ആണ്. ഉള്ളിലേക്ക് ടിക്കറ്റ് നിരക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ ഇത് വലിയൊരു ബാക്കുവിലെ ഒരു ലാൻഡ് മാർക്കാണ്. ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ സിറ്റി മൊത്തം ഇങ്ങനെ കാണാം. ഓൾഡ് സിറ്റീൻ്റെ കുറച്ച് ഓൾഡ് സിറ്റി ഉണ്ട് ബാക്കുത ഓൾഡ് സിറ്റിയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. നിങ്ങൾക്ക് ഇത് ബസ്സിൽ കയറി വരാം. ബസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബസ്സിന് നിങ്ങൾക്ക് ഒരു പക്ഷേ ആണെങ്കിൽ പോവാം. എത്ര ദൂരമാണെങ്കിലും ആ ബസ്സിൽ പോകാൻ നിങ്ങൾക്ക് വെറും 30.3 മന്നത്ത് മാത്രമേ ആവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 15 റുപ്യ മാത്രമേ ആവുള്ളൂ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവിടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അവർ കൺവെൻഷൻ സെൻറ്റർ. ഹൈദർ അലിയാസ് പറഞ്ഞ ഒരാളെന്താ വലിയൊരു മഹത്തായ വ്യക്തിയുടെ കൺവെൻഷൻ സെൻറ്ററാണിത്. നിങ്ങൾക്കിത് ട്യൂസ്ഡേ ആണ്, സൺഡേ വരെ ഉണ്ടാവും. മൺഡേ ഉണ്ടാവില്ല. മൺഡേ ഇത് ഹോളിഡേ ആണ്. ഇവിടെ എല്ലാം മിക്കവാറും അസർബൈജാനിലെല്ലാം മൺഡേ ഹോളിഡേ ആണ്. അതെന്തിനാണ് ചോദിക്കല്. എന്നിട്ട് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇത് തുറന്നിരിക്കും. സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാം. പിന്നെ ഉള്ളിൽ നിങ്ങൾക്ക് കാർ കളക്ഷൻ കാണുന്നത് 10 മന്നത്താണ്. 10 മന്നത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാർ കളക്ഷൻ കാണാം. മൊത്തം മ്യൂസിയം കാണണമെങ്കിൽ കാർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈദർ അലിയാസ് പ്രസിഡൻറ്റ്, അസർബൈജാൻ്റെ പ്രസിഡൻ്റായ അവർ ഉപയോഗിച്ച കാറുകളാണ്. സോ അതാണ് ഇവിടെ പ്രദക്ഷിണ വെച്ചത്. നിങ്ങൾക്ക് കാണാം 10 മന്നത്ത് കൊടുക്കാം. ഫുൾ മ്യൂസിയം കാണണമെങ്കിൽ നിങ്ങൾക്ക് 15 മന്നത്താണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇത് തുറന്നിരിക്കും. സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഫയർ ടെമ്പിൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രാന്തപ്രദേശം. It is open from 10 to 6 o'clock. 7 PM it is closed. Every day? In a week. Thank you. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ 4 മന്നത്തിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഉള്ളിൽ പോകുന്നെങ്കിൽ 4 മന്നത്താണ്. ഞാൻ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തു. ഇവിടെ വന്നതല്ല. അപ്പോൾ ഉള്ളിൽ കണ്ടിട്ട് നമുക്ക് പോകണം. അതുകൊണ്ട് 4 മന്നത്ത് കൊടുത്ത് 4 മന്നത്ത് എന്ന് വെച്ചാൽ 180 റുപ്യ ഇന്ത്യൻ റുപ്പീസായി. പ്രശ്നമില്ല. സോ അത് കൊടുത്ത് ഞാൻ ഉള്ളിൽ കയറാൻ പോവാണ്. ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. സോ ലോക്കൽക്കാർക്ക് 2 മന്നത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ദിവസം 10 മണി മുതൽ 9 മണി വരെ ഇത് ഓപ്പൺ ഉണ്ടാവും സുഹൃത്തുക്കളെ. സോ ഈയുടെ ഒരു ജ്വാലിക്കുന്ന ഒരു ജ്വാലയാണ്. അത് ഇതുവരെ അത് കെട്ടിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇത്ര കൊല്ലമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. Yeah. Ticket, please. Thank you.
സുഹൃത്തുക്കളെ, ഇതാണ് സോറാസ്ട്രിയൻ ടെമ്പിൾ. ഈ അഗ്നി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാ ദിവസവും എല്ലാ വർഷവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയാണ്. Was in Udupi in the Krishna temple, very old temple. I like it. A very old deity, maybe 5,000 years. So much. I love Vrindavan, and I was in Rishikesh, the Shiva place, and also Ramachandra also. Was in this place. നമ്മൾ എന്നാത്തർക്ക് പറഞ്ഞൊരു സ്ഥലത്തൊക്കെ എത്തിയിരിക്കുകയാണ്. അതെന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാനാണ്. അങ്ങോട്ടാണ്, ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫീസ് ഉണ്ട്, നിരക്കുണ്ട്, എന്താണെന്നറിയില്ല. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിട്ട്. Welcome to Azerbaijan, to land of fire, our dear guests. So guys, welcome to Azerbaijan, the land of fire. Land of fire, Yes. fire mountain. Yeah, Fire Yana Mountain, Yanadag. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് അസർബൈജാനിൽ മാത്രം. അസർബൈജാൻ പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫയർ മൗണ്ടൻ യാനാർദാഗ് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ സന്തോഷ് ജോർജ് പിള്ളങ്കർ സാറൊക്കെ വന്നിട്ടില്ല ഈ സ്ഥലത്തേക്കാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണാം ഒരു മലയുടെ വക്കലിൽ തീ എറിയുന്നത് നിങ്ങൾക്ക് കാണാം. സോ യാനാർദാഗ് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കത്തുന്ന പർവ്വതത്തിലേക്ക് സ്വാഗതം, ജ്വലിക്കുന്ന പർവ്വതത്തിലേക്ക് സ്വാഗതം. ഇത് സൾഫർ, ഇത് നല്ലതാണ് പറഞ്ഞത്.